ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ ഒരു പുതിയൊരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ CAD മേഖലയിൽ നമുക്ക് പുതിയ പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് സീരീസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈയിടയ്ക്കായിട്ട് വന്ന് വന്നറിഞ്ഞപ്പെട്ട ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് എൻടോപ്പ് എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്, എൻടോപ്പോളജി. ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ എല്ലാം ഇപ്പൊ 3D പ്രിന്റിംഗ് ആണല്ലോ. അപ്പൊ എല്ലാ 3D പ്രിന്റിംഗിൽ നിന്നും നമ്മൾ എങ്ങനെയാണോ പാർട്ടിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് ഇപ്പൊ ലോകം പോണത്. എങ്ങനെ പാർട്ടിന്റെ വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെ മെറ്റീരിയൽ കുറയ്ക്കാം, എങ്ങനെ മെറ്റീരിയൽ ലാഭിക്കാം, എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തുണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ റിസർച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ചിന്തിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഒരു പാർട്ടിനെ എടുത്തിട്ട് അതിന്റെ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ചെയ്ത് അതിന്റെ ഒപ്റ്റിമൈസ് ചെയ്യാണ്. അതിന്റെ ഇത്ര ഭാഗങ്ങളിൽ സ്ട്രെസ് വളരെ കുറവാണ്, അവിടെ മെറ്റീരിയൽ ആവശ്യമില്ല. പണ്ടാണെങ്കിൽ ഇപ്പൊ ഒരു കൺവെൻഷണൽ മെത്തേഡില് നമുക്കൊരു പാർട്ട് ഉണ്ടാക്കുമ്പോൾ, അപ്പൊ ഇപ്പൊ മെഷീനിങ്ങോ CNC ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെ കോർ ഔട്ട് ചെയ്ത് കളയാനും കാര്യങ്ങളൊക്കെ. പക്ഷെ 3D പ്രിന്റിംഗ് വന്നതോടെ ആ ഒരു ലിമിറ്റേഷൻസ് കുറെ മാറി. നമുക്ക് എന്ത് ഷേപ്പും നമുക്ക് ഒരുവിധമൊക്കെ ഒരു 95-99% നമുക്ക് ഇമാജിനേഷൻ ചെയ്യുന്ന ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റി തുടങ്ങി നമുക്ക് 3D പ്രിന്റിങ്ങിലൂടെ. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വന്നപ്പോൾ വന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ടോപ്പോളജി ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പൊ ബുഗാട്ടി എന്നുള്ള ഒരു കാറിന്റെ ബ്രേക്ക് കാലിപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്രേക്ക് കാലിപ്പർ, ആ ബ്രേക്ക് കാലിപ്പർ ഒരു പ്രത്യേക ഷേപ്പാണ്, കണ്ടില്ലേ? ഈ ഒരു ഷേപ്പാണ് ബ്രേക്ക് കാലിപ്പറിന്റെ. ആ ഒരു ഷേപ്പ് യാതൊരു വക മനുഷ്യരും ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് അല്ല അത്. ഇപ്പൊ ആ ഒരു ഷേപ്പ് നമുക്കൊരു ഡിസൈനറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പേ അല്ല. ആ ഒരു ഷേപ്പ് 3D പ്രിന്റഡ് ആണ് കംപ്ലീറ്റ്ലി, കണ്ടില്ലേ? അത് മെറ്റലില് 3D പ്രിന്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫങ്ഷണൽ ആയിട്ട് ശരിക്കും ഒരു കാറിൽ ഓടി കിടക്കുന്ന ഒരു ഐറ്റമാണ് അതിപ്പോ. ഈ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കിയേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഷേപ്പ് ഒരിക്കലും ഒരു ഡിസൈനർക്ക് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞ പോലെ. ഇപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആണ് അത് ഉണ്ടാക്കുന്നത്, എന്താണ് ആ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സാധാ ഒരു കാലിപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ സാധാ ഒരു കാലിപ്പർ ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലെ? അതിന് കുറെ മെറ്റൽ ഉണ്ടാവും അതിന് ചുറ്റും. അതിന്റെ അത്രയും മെറ്റൽ ശരിക്കും ആവശ്യമില്ല എന്നാണ് ബുഗാട്ടി അതിൽ കാണിച്ചിരിക്കുന്നത്. 3D പ്രിന്റിംഗ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലെറ്റ്സ് സേ 1/3 വെയിറ്റ് മതിയായിരിക്കും ആക്ച്വലി ആ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അത്രയും മെറ്റീരിയൽ, അത്രേ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പോ എങ്ങനെ ഈ ഷേപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ടോപ്പോളജി ഒപ്റ്റിമൈസേഷൻ. ആ ഒരു ടോപ്പോളജി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എൻടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പാർട്ടിനെ നമുക്ക് എങ്ങനെ ലൈറ്റ് വെയിറ്റ് ആക്കാം എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ ആദ്യം ചെയ്യണത്. അത് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ബെറ്റർ തെർമൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, ഫ്ലൂയിഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പല അപ്ലിക്കേഷൻസും ഉണ്ട്. നമുക്ക് അതിനുള്ളിൽ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ലാറ്റിസ് സ്ട്രക്ചേഴ്സ് എംബെഡ് ചെയ്യാം, എങ്ങനെ അതിന്റെ വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെ അതിനെ കോർ ഔട്ട് ചെയ്യാം, എങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇരിക്കാം. അപ്പൊ അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എൻടോപ്പോളജി. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം. നിങ്ങൾക്ക് കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെ എക്സ്പ്ലോർ ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പഠിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഫ്യൂച്ചേഴ്സ്. ഇനിയുള്ള ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവാൻ പോണെന്ന് പറഞ്ഞാൽ ഈ 3D പ്രിന്റിംഗ് എല്ലായിടത്തേക്കും എത്തും. 3D പ്രിന്റിംഗ് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇനി ഫ്യൂച്ചറിലേക്ക്. കാരണം നമുക്ക് മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കുക, നമുക്ക് ലേബർ കുറയ്ക്കുക. 3D പ്രിന്റിംഗ് ആകുമ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ ലേബർ വരുന്നില്ലല്ലോ അതില്. ജസ്റ്റ് CAD ഡിസൈൻ ചെയ്തിട്ട് മെഷീനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധനമായി. അപ്പൊ അങ്ങനെ കോസ്റ്റ് ഒക്കെ അപ്പൊ വല്ലാണ്ട് കുറയും. അപ്പൊ അങ്ങനത്തെ ഒരു സ്കില്ല് വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് വരുമ്പോൾ 3D പ്രിന്റിംഗ് തന്നെയായിരിക്കും മിക്കവാറും ഫ്യൂച്ചറിലേക്ക്. ഇനിയുള്ള കുറെ ഒരു ഭാവിയിലേക്ക് ചിലപ്പോ 3D പ്രിന്റിംഗ് വെച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമായിരിക്കും ഇനി കൂടുതലും വരിക.
പക്ഷെ ഇത് ഒരു സ്റ്റെപ്പാണ്. നമ്മൾ വളരെ ഏർലി സ്റ്റേജ് ആണ്. AI ഇപ്പൊ കണ്ടില്ലേ, AI ഇപ്പൊ എല്ലായിടത്തും വന്നു തുടങ്ങി. AI വളരെ കോമൺ ആയിട്ട് വരുമ്പോൾ CAD-ലും ഈ AI വന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. ഈ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഇപ്പോ ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കമ്പനീസ് ഒക്കെ US എയർഫോഴ്സിന്റെ ഒക്കെ കമ്പനീസ് ഒക്കെ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നുള്ളത്. കാരണം ഇപ്പൊ എലോൺ മസ്കിന്റെ റോക്കറ്റിലും ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണിത്. കാരണം വെയിറ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് ടെക്നോളജീസ് ഉണ്ട്, അവർക്ക് 3D പ്രിന്റിംഗ് ടെക്നോളജീസ് ഉണ്ട്. അവർക്ക് പക്ഷെ വെയിറ്റ് കുറയ്ക്കുക, എങ്ങനെ അത് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടന്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഇത് ഡിസൈൻ ഉണ്ടാക്കും? ഇതൊരു നമ്മളെ കൺവെൻഷനൽ ആയിട്ട് നമുക്കൊരു CAD ഡിസൈനർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്ന ഷേപ്പുകളെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഈ എൻടോപ്പ് എന്ന് പറയുന്നത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, വളരെയധികം ഫീച്ചേഴ്സ് ഉണ്ട്, വളരെയധികം കേപ്പബിൾ ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അൺഇമാജിനബിൾ ആയിട്ട് തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ കഴിവ് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷൻ പോലെ അത്രയ്ക്കും നമുക്കതിനെ യൂസ് ചെയ്ത് അതിന്റെ ഇത് കൂട്ടി കൊണ്ടുവരാം. ഇപ്പോ ഇത് കണ്ടില്ലേ, ഓട്ടോമാറ്റിക് ബ്രാക്കറ്റ്, ഈ ഇത് ഇങ്ങനത്തെ ഷേപ്പുകൾ. പിന്നെ ഞങ്ങള് എത്ര പേർക്ക് വേറെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല, ഈ അഡിഡാസ് എന്ന് പറയുന്ന ഷൂവിന്റെ ഒരു 3D പ്രിന്റഡ് ഉണ്ട്. ഇതേ ഒരു ഷേപ്പ് അതിന്റെ ഫോം ഇത് കണ്ടില്ലേ, അതിന്റെ ഷൂവിന്റെ ഫോം കണ്ടില്ലേ, അതിന്റെ ഫോം 3D പ്രിന്റഡ് ആണ്. വെയിറ്റ് അപ്പൊ അത്രയ്ക്കും കുറഞ്ഞു. ഇപ്പൊ 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തേക്കും എത്തി തുടങ്ങി. ആൾക്കാരിലേക്കും എല്ലാ ഇതിലേക്കും കോമൺ മാനിലേക്ക് വരെ സാധനം എത്തിത്തുടങ്ങി എന്നുള്ളതിന്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്രൗഡിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഈ എൻടോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ. ടോപ്പോളജി ഒപ്റ്റിമൈസേഷൻ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പോളജി ഒപ്റ്റിമൈസേഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഇതിന്റെ കാണും എങ്ങനെയാണ് ആ ഒരു സംഭവം നടക്കണേ എന്നുള്ളത്. ഇതാണ് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കിയത് അത് ഇങ്ങനെയായിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നാണ് ഇതിന്റെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട അതിന്റെ ഒരു ചേഞ്ച് വരുന്നത്. കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇതിപ്പോ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് കുറെ എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നത് ഞങ്ങളുടെ കമ്പനിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എയറോസ്പേസ് മേഖലകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പല ഈ എക്സിസ്റ്റിംഗ് CAD-ആയിട്ട് ലിങ്ക് ചെയ്യാൻ വരെ പറ്റും. അപ്പോ ഇതൊക്കെ ഇതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞില്ലേ, അവസരം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെക്കുക, ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഒരു എന്തെങ്കിലും ഇന്നോവേഷൻ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോളേജിൽ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പോളജി ഒപ്റ്റിമൈസേഷനെ കുറിച്ചൊക്കെ ഒരു പ്രൊജക്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട് ക്രൗഡിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്ട് ആയില്ലേ. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു കൺസിഡർ ചെയ്യുക. ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു ടെക്നോളജീനെ കുറിച്ചും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തായിരിക്കും ഇതിന്റെ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ എന്തിനായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. AI വെച്ച് വെറും ഡിഫൈൻഡ് ഒരു ഏരിയ വെച്ച് തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷൻസിലേക്ക് വരെ എത്തി തുടങ്ങിയത്. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഞാൻ ഓരോ ലേറ്റസ്റ്റ് ടെക്നോളജീസിനെയും ലേറ്റസ്റ്റ്
മെക്കാനിക്കൽ ഫീൽഡിലുള്ള ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ലേറ്റസ്റ്റ് ടെക്നോളജി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഞാൻ എനിക്ക് പറ്റാവുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു എന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വ്ളോഗോട് കൂടിയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സോഫ്റ്റ്വെയർ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓൺ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയലും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോന്റെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നതാണ്. എൻ്റെ ചാനലിൽ തന്നെ അതിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓൺ ഷേപ്പ് എന്ന് പറയുന്ന CAD പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടുള്ള എല്ലാ ട്യൂട്ടോറിയൽസും ഫോളോ അപ്പ് ചെയ്യുക, പഠിക്കുക. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സ്കില്ലപ്പ് ആവുക. അല്ലാണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആവാണ്ട് സ്കില്ലപ്പ് ആവാനുള്ള എല്ലാ വക കാര്യങ്ങളും നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ലേണിംഗ് ഗൈസ്.